ഒരു ജനതയുടെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്ന സാക്ഷാത്കാരം തീരം തൊട്ടപ്പോൾ അറബിക്കടലും സന്തോഷവതിയായി. രാത്രി പുറംകടലിൽ നങ്കൂരമിട്ട സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത്. സ്വീകരിക്കാനായി പോയ ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് മദർഷിപ്പ് വിഴിഞ്ഞത്തേക്കെത്തുന്നത്. ജലറാണിക്ക് വാട്ടർ സല്യൂട്ട് നൽകി തീരത്തേക്ക് സ്വാഗതമേകി. ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം പ്രദേശവാസികൾ വീശിയ ദേശീയ പതാകയും വാനിൽ ഉയരുന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ ചരിത്ര നേട്ടത്തിനൊപ്പം ചില രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുകയാണ്. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വപ്നം തീരമണഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ് ഈ നിമിഷം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് തുറമുഖമെന്ന് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടപ്പോൾ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടത്. ഇന്നലെ വരെ സ്വപ്നമായിരുന്നത് യാഥാർത്ഥ്യമായ ദിവസം കൂറ്റൻ കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതോടെ സ്വപ്നം തീരമണഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഴിഞ്ഞം പദ്ധതിയെ ഇടതുമുന്നണിയുടെ അക്കൗണ്ടിലേക്കിടാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ ഒപ്പിട്ട സമയത്ത് കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ച ദേശാഭിമാനിയുടെ മുഖചിത്രമടക്കമുള്ള വാർത്ത പ്രചരിപ്പിച്ചും വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗങ്ങൾ ഓർമ്മിപ്പിച്ചുമാണ് പ്രതിപക്ഷം മറുപടി നൽകിയത്. 2015 ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം പങ്കുവെച്ച് വിഴിഞ്ഞം UDFന്റെ കുഞ്ഞെന്നായിരുന്നു VD സതീശന്റെ അവകാശവാദം. വിഴിഞ്ഞം 6000 കോടിയുടെ അഴിമതിയെന്ന് പറഞ്ഞ ഇയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെന്നും VD സതീശൻ പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും ആരാണ് ഇതിന്റെ അവകാശി? നമുക്ക് ചരിത്രം അല്പം പരിശോധിക്കാം. 1940കളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. 1940കളിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് സർവേ നടത്താൻ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ചയും നടത്തി. പിന്നീട് വിഴിഞ്ഞം പദ്ധതി വിസ്മൃതിയിലേക്ക് ആണ്ടുപോയെങ്കിലും 1990കളിൽ K കരുണാകരൻ സർക്കാർ ആ സ്വപ്നത്തെ പൊടിനീക്കി പുറത്തു കൊണ്ടുവന്നു. K കരുണാകരൻ മന്ത്രിസഭയിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതി അപ്പോഴും സർക്കാരിന്റെ കടലാസിൽ മാത്രം ഒതുങ്ങി. 96ൽ EK നായനാരിന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി BOT വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയതെങ്കിലും അതും എവിടെയും എത്തിയില്ല. 2001ൽ ആന്റണി അധികാരത്തിലെത്തിയതോടെയാണ് തുറമുഖ നിർമ്മാണത്തിന് ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത്. വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുന്നിൽ നിന്നത് 2006ലെ VS അച്യുതാനന്ദന്റെ സർക്കാരാണ്. വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങി കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കി. കരാറെടുക്കാൻ വലിയ കമ്പനികളെ ആകർഷിക്കുകയായിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയുള്ള ലക്ഷ്യം. 2011ൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത്. തുടർന്ന് നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകേണ്ടതായി വന്നു. തുറമുഖത്തിന് പാരിസ്ഥിതികാനുമതി നൽകുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി. പിന്നീട് ടെൻഡർ വിളിച്ചെങ്കിലും സഹകരിക്കാൻ കമ്പനികളൊന്നും തയ്യാറായതുമില്ല. ഒടുവിൽ അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. എന്നാൽ അദാനിക്ക് BJPയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് UPA സർക്കാർ പോലും ഈ പദ്ധതിയോട് വിമുഖത കാട്ടി. പിന്നീട് ഉമ്മൻചാണ്ടിയും ശശി തരൂരും അടക്കമുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധിയെ ഡൽഹിയിൽ പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. നിർമ്മാണം ആരംഭിച്ച് 1460 ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തീകരിക്കുമെന്ന ഉറപ്പിന്റെ മേലെയാണ് 2015 ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് അദാനിക്ക് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് കരാർ ഉണ്ടാക്കിയതെന്ന് കാണിച്ച് ഇടതുപക്ഷം സമര പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2016ൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നു. ഓഖി, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങൾ തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം അടുത്ത വില്ലനാകുന്നത്. രണ്ടാം പിണറായി സർക്കാർ തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശക്തമായ ഇടപെടലാണ് പിന്നീട് നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലൊന്നായിട്ടാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത്. അതിനിടയിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തെരുവിലിറങ്ങി. ഈ സമരങ്ങൾ ഒത്തുതീർപ്പിലെത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ വർഷം ക്രെയിനുമായി ആദ്യ കപ്പലെത്തിയപ്പോഴും ഇപ്പോൾ ആദ്യ ചരക്ക് കപ്പലെത്തുമ്പോഴും സ്വീകരിക്കാനെത്തിയവരുടെ മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്.